ഹലോ ഗൈസ്, നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ ഒരു മീൻ ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട മീനെ നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നേരെ പോയാലോ. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരം ഈ മീനെ ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഇതുവരെ ഇത് ഡെഡായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമുക്കിതിനൊന്ന് പതിയെ തൊട്ട് നോക്കാം. ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂറായി ഇതിനെ പുറത്തെടുത്തിട്ടിട്ട്. അപ്പോൾ ഇപ്പോഴും ചത്തിട്ടില്ല ഗൈസ്. കണ്ണ് താഴത്തോട്ട് നോക്കണ്ട്. ആ ഗൈസ് ചത്തിട്ടില്ല. ഓക്കെ, നിർത്തിയിടുക ഗൈസ്. ഏകദേശം 1/4 മണിക്കൂറോളം പുറത്തിട്ടിട്ട് ഇത്ര നേരമായിട്ടും ഗൈസ് മീനൊന്നും പറ്റിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പിടിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഇത് കുറേ സമയം അതിജീവിക്കുന്നു, സർവൈവ് ചെയ്യുന്ന ഒരു മീനാണ്. ഈ മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ കരയിൽ പിടിച്ചിട്ടാലും കുറേ നേരം ഇതുപോലെ നിൽക്കും. അല്ല, ഇത് സ്വയം സഞ്ചരിച്ച് വെള്ളം തേടി പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു സർവൈവ് ചെയ്യണ ഒരു മീനെ കണ്ടാ തന്നെ നീങ്ങി പോലെ. സാധാ മീനൊക്കെ പെടഞ്ഞ് ഇങ്ങനെയല്ലേ പോവാ. ഇത് ശരിക്കും ഇങ്ങനെ വഴി നേരെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ പോകും. കണ്ട ഗൈസ്, ഇങ്ങനെ ദേ പോകണമെങ്കിൽ എൻ്റെ വലിപ്പം തന്നെ നോക്കിയത് എൻ്റെ ഒരു കൈയുടെ ഇത്രയും തന്നെ പീസിൻ്റെ വലിപ്പമുണ്ട്. കണ്ട ഇത്രയുള്ളൊരു മീനാണ്. പിന്നെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുക്ക് ചെയ്യാം. പിന്നെ മേത്ത് നിറച്ച് മണ്ണുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുക്ക് ചെയ്യാം. നമുക്ക് കുക്കിംഗ് ടൈം അല്ല, ക്ലീനിങ് ടൈം. ഇതെന്തോ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നില്ല. വേണ്ട, പിടിച്ച് കുത്തി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഗൈസ് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ സംഭവത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം തെറിച്ച് പിന്നെ മേത്ത് ഭയങ്കര ഒരു വഴുവഴുപ്പാണ് ഗൈസ്. ഇതിപ്പോഴും ചത്തിട്ടില്ല ഗൈസ്, ഇപ്പോഴും ഒരു അനക്കുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ പിടിച്ച് കട്ട് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗം കുറച്ച് നേരം വേറെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ചാരം വേണം ഇതിനെ ക്ലീൻ ചെയ്യാനും ഇതിനെ പിടിക്കാനും കട്ട് ചെയ്യാനൊക്കെ വേണ്ടി. ഗൈസ് നമ്മൾ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ട്. പിന്നെ സംഭവം ഈ വാലും സംഭവങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് നമ്മൾ മീൻ്റെ മീതലത്തെ ഈ സംഭവങ്ങളൊന്ന് വെട്ടിക്കളയാൻ പോവാണ്. അപ്പോൾ അതേ കത്രിക വെച്ച് പിടിക്കാൻ തന്നെ കുറച്ച് പാടാണ്. അതെ കണ്ട, ഇതിൻ്റെ മീതലത്തെ സാധനങ്ങൾ ആദ്യം തന്നെ ഈ മീതലത്ത് ഇനി എന്താ പറയണതെന്ന് എനിക്കറിയില്ല കറക്റ്റ്. ഈ സംഭവം നമ്മൾ വെട്ടിക്കളയാണ്. അപ്പോൾ ഗൈസ് അതിൻ്റെ മീതലത്തെ സാധനം ഈ ബാക്കിലും ഈ അടിഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. തല നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. പിന്നെ മീതലത്തെ ചതമ്പൽ നമുക്കിതുപോലെ ഇങ്ങനെ ഉരച്ച് കളയാം. അതെ, നേരത്തെ തെറിക്കാത്ത രീതിയിലൊക്കെ ഇങ്ങനെ കാണിച്ച് ഏകദേശം കളയാം. അപ്പോൾ ഗൈസ് ഉപ്പും കല്ല് തെറിക്കാൻ പോകാൻ ഉപ്പും കല്ല് കയറിയിട്ടാണ്. ഉപ്പും കല്ലിട്ട് കയറിക്കാണ്. അവിടെ ഒരാൾ ഒളിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്, ഓടിക്കൂ. പൊടിയുപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക്, ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഇനി റെസ്റ്റിംഗ് ടൈം. വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിക്ക് 2 വേപ്പില ഇതാണ്. വേപ്പില നീക്കിടാം. ഓക്കെ, ഇതിൻ്റെ മീതിലേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ബാക്കി മീതെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ട കുറച്ച് ഒന്ന് വേവട്ടെ.
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ മീൻ കോരി ഇത് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് പതിയൊന്ന് തുറന്നു നോക്കാം. ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് അതിന് മീറ്റൊക്കെ കണ്ടോ, വാവ് സൂപ്പർ. ഇനി കഴിച്ച് നോക്കാം. ചെറിയ പീസ് എടുത്തിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്. അധികം മൊരിഞ്ഞിട്ടില്ല കണ്ടോ. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മുള്ളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ വീട്ടിലൂടെ ഒരു പീസ് എടുത്തെടുത്ത് നല്ല അഴിച്ചെടുക്കാം. രണ്ട് മുരിഞ്ഞ പീസ് എടുത്തത് കഴിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് വായിലോട്ട് വയ്ക്കാൻ പോവാണ് ഗൈസ്. വയ്ക്കാൻ നമുക്ക് ഓക്കെ നൈസ് പീസ്. മുള്ളുണ്ട്, അപ്പോൾ അത് നോക്കി തിന്നാം. ഇതിന് മുള്ള് കൂടുതലാണെന്ന് എനിക്ക് തോന്നണേ. ഒരു ചെറിയ പീസ് എടുത്ത് അതിൽ നിന്ന് നോക്കാം ഉപ്പും സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അതെ ഇതുള്ളൊരു പീസാണ്. ഇതിൻ്റെ കൂടെ സബോളയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചം കാണുന്നുണ്ട്. ഓക്കെ എരിവൊക്കെ ഉണ്ട്, സംഭവം കൊള്ളാം. ഇതിലൂടെ ഒരു വേപ്പിലും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സാൻഡ്വിച്ച് ഇടാം. ഇപ്പോൾ താഴ്പോയല്ലേ. ഓക്കെ ഓക്കെ അങ്ങനെ മതി. ഒരു പീസ് എടുത്ത് വെച്ചുകൊണ്ട് ഉപ്പും സംഭവങ്ങളൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. അധികം ഫ്രൈ ആക്കിയിട്ടില്ല. ഒരു ജ്യൂസിയൊക്കെ ഫെറ്റുകൾ കിട്ടണ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് വരാം. അപ്പോൾ കുക്കിംഗ് വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ, ചെയ്തിട്ടില്ല എന്ന് തോന്നണേ. അപ്പോൾ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ മീനെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക അതിൻ്റെ ടേസ്റ്റിനെ പറ്റി. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് കഴിച്ചിട്ട് വരാം. ബൈ.